വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സ്വാമിയെ ശരണയ്യപ്പ. നാനാക്പുരയുള്ള അയ്യപ്പ പൂജാ സമിതി നടത്തുന്ന അയ്യപ്പ പൂജയാണ്. പിന്നെ അതിനു വേണ്ടി അവർ 15 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു തിടമ്പാണ്. അപ്പോൾ അതൊന്ന് ശരിയാക്കി തരാമോ എന്ന് എന്നോട് ചോദിച്ചു. ജസ്റ്റ് ഇവർ ചെയ്തേക്കെന്ന് വെച്ചാൽ ഭഗവാന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ എന്തോ ഗിൽറ്റർ ഒട്ടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതേപോലെ കാതിൽ പൂ വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. 4 സൈഡും കാതിൽ പൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഫെവിബോണ്ടാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫെവിബോണ്ട് ഏത് സാധനം വേണമെങ്കിലും ഒട്ടിക്കുവാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടിക്കോളൂ. ഇത് ഇച്ചിരി പ്രയാസമായിരുന്നു ഒട്ടാൻ വേണ്ടി. ഒത്തിരിയും പഴയതാണല്ലോ, അതുമാത്രം തടിയിലായതുകൊണ്ട്. അതിനുശേഷം ഞാൻ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് താഴെയായിട്ടൊരു പടി പോലെ തോന്നിക്കാൻ വേണ്ടി പൂ ഒട്ടിച്ചു, നടുക്ക് ചെറിയ ബോൾ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഫോട്ടോയ്ക്ക് സൈഡിൽ ഫുള്ള് ചെറിയ ബോളുകൾ ഒട്ടിച്ചു കൊടുത്തു. എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയ ഭഗവാന്റെ. ഇപ്പോൾ 2-3 അമ്പലങ്ങളിൽ എനിക്കിങ്ങനെ ചെയ്യാൻ അവസരം കിട്ടി. നമ്മൾ ഫുൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് വേണം ചെയ്യാൻ. മീനോ ഇറച്ചിയോ ഒന്നും കഴിക്കാൻ പാടില്ല. ദൈവങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പടം വരയ്ക്കുവാണെങ്കിൽ പോലും നമുക്കൊരു ദൈവികമായ ഒരു മനസ്സിൽ പ്രാർത്ഥിച്ചേ വേണം ഇതെല്ലാം ചെയ്യാൻ. ഞാൻ ഇതുപോലെ തന്നെ ഒരു യേശുവിൻ്റെ ഫോട്ടോയും വെച്ച് ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ എല്ലായിടത്തും ചെറിയ ചെറിയ മുത്തുകൾ വെച്ച് കൊടുത്തു. ഇവർ ചിലയിടങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ മുത്തുകളും ചെറിയ പൂവും വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഫൈനലി അയ്യപ്പൻ്റെ ഫോട്ടോ എല്ലാം റെഡിയായി. നല്ല ഭംഗിയല്ലേ കാണാൻ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, സി യു.